today we are discussing about a small topic, base flow separation. Hydrograph introduction കഴിഞ്ഞ് next ഒരു ചെറിയ ടോപ്പിക്കാണ് base flow separation, and it is just the separation of base flow from this hydrograph. This is a single peak hydrograph from an isolated storm. ഒരു ഒറ്റപ്പെട്ട മഴയിൽ നിന്നുണ്ടാവുന്ന ഒരു സ്ട്രീമിലോ റിവറിലോ ഉള്ള സിംഗിൾ പീക്ക് ഹൈഡ്രോഗ്രാഫ്. ഇതിൽ നിന്ന് ബേസ് ഫ്ലോനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, ബേസ് ഫ്ലോ വാല്യൂ ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ബേസ് ഫ്ലോ എന്ന് പറയുന്നത് നമുക്കറിയാം. റൺ ഓഫ് എന്ന് പറയുന്നത് there are two, direct and base flow. Okay, so direct എന്ന് പറയുന്നത് നമുക്കറിയാം precipitation കഴിഞ്ഞ് ഒഴുകി വരുന്ന വെള്ളം, ഡയറക്റ്റ് റൺ ഓഫ്, നമുക്ക് കാണാവുന്ന വെള്ളം, ഒഴുകി വരുന്ന വെള്ളം. ഓക്കെ, if water table is here, this is a stream or river. Base flow എന്ന് പറയുന്നത് ഇതിൻ്റെ വാട്ടർ ടേബിളിലൂടെ അകത്തേക്ക് വരുന്ന വെള്ളം. അതായത് മഴ പെയ്യുമ്പോഴും പെയ്യാതിരിക്കുമ്പോഴും പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ട്രീം ഈസ് ഓൾവേസ് ഫ്ലോയിങ്, ലേക്ക് ഈസ് ഓൾവേസ് ഫ്ലോയിങ്, ബട്ട് ദർ ഇസ് നോ വിസിബിൾ റൺ ഓഫ്, ദർ ഇസ് നോ ഡയറക്റ്റ് റൺ ഓഫ്. മഴ പെയ്യാതിരിക്കുമ്പോഴും വെള്ളം നമുക്ക് സ്ട്രീമിലുണ്ട്. അത് വരുന്നത് ബേസ് ഫ്ലോ ആയിട്ടാണ്, വാട്ടർ ടേബിളിന് അടിയിൽ കൂടെയുള്ള വെള്ളമാണ് നമ്മൾ സ്ട്രീമിൽ പൊതുവെ വരുന്നത്. അതാണ് ഈ ഏകദേശം ഈ മിനിമം പോയിൻ്റാണ് ഇത്. അതുകൊണ്ടാണ് സീറോ ആയി പോകാത്തത്. സോ ദർ ഇസ് ഡിസ്ചാർജ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി റൺ ഓഫ്. ആഫ്റ്റർ direct runoff, when there is direct runoff there will be a surge of discharge. Okay, so ഈ ഗ്രാഫിൽ നിന്ന്, സിമിലർ ഗ്രാഫിൽ നിന്ന് നമുക്ക് ബേസ് ഡയറക്റ്റ് റൺ ഓഫ് വേറെ, ബേസ് ഫ്ലോ ആയിട്ട് റൺ ഓഫ് വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, സോ ബിഫോർ ദാറ്റ് we need to mark important points in this hydrograph. So this is a single peak hydrograph. ഇതിൽ നിന്ന് നമുക്ക് 2-3 പോയിന്റ്സ് മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ലിംസിന് വരച്ച 5 പോയിന്റ്സ് വേണ്ട, ഇതിൽ 3 പോയിന്റ്സ് മതി. ഓക്കെ, സോ ഒബ്വിയസ്ലി ഫസ്റ്റ് പോയിന്റ് വിൽ ബി പി, പീക്ക്, ആൻഡ് സെക്കൻഡ് പോയിന്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഡയറക്റ്റ് റൺ ഓഫ്, ദാറ്റ് ഈസ് എ. അതായത് അത് കുറച്ചുകൂടി ഷാർപ്പാണ്, പെട്ടെന്ന് മഴ പെയ്യുന്നു, ആൻഡ് വെൻ ദ റെയിൻ സ്റ്റാർട്ട് പോറിങ് ഇൻ ദർ ഇസ് എ ഷാർപ്പ് ഇൻക്രീസ് ഇൻ ഡിസ്ചാർജ്. ചെറിയ ഷാർപ്പ് ഇൻക്രീസ് ആയിരിക്കും, അത് നമുക്ക് പെട്ടെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാം, ആൻഡ് യു ക്യാൻ മാർക്ക് ഇറ്റ് ആസ് എ. ഓക്കെ, ആൻഡ് യു ഷുഡ് ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആൻ എൻ പോയിന്റ് ഓഫ് ഡയറക്റ്റ് റൺ ഓഫ്. എൻ പോയിന്റ് ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, പക്ഷേ അത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. ഈ ഒരു പോയിന്റ് തന്നെയാണോ എന്നുള്ളത് നമുക്ക് എപ്പോഴും സംശയമായിരിക്കും, ബിക്കോസ് ദാറ്റ് സ്ലോപ്പ് ഈസ് ലെസ്. ഇവിടുത്തെ സ്ലോപ്പ് പോലെയല്ല, ഇറ്റ് ഈസ് എ ഗ്രാജുവൽ ഡിക്രീസ്, ഗ്രാജുവലായിട്ടാണ് ഡിക്രീസ് ആയി പോകുന്നത്. സോ ഈ ഒരു ഡി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യുന്നത് എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ഫോർ ദാറ്റ് വി ആർ ഹാവിങ് 2 സെറ്റ് ഓഫ് ഇക്വേഷൻസ്. എൻ ഈസ് ഈക്വൽ ടു 0.872 a raised to 0.2, where a is area of catchment in kilometer square. സോ കാച്ച്മെൻറ്റ് ഏരിയ എത്ര, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ എത്രയാണെന്ന് എടുക്കുക, അത് കിലോമീറ്റർ സ്ക്വയറിൽ എടുക്കുക, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ റേസ് ടു 0.2 ഇൻറ്റു 0.872. ഇറ്റ് വിൽ ഗിവ് യു നമ്പർ ഓഫ് ഡേയ്സ്. എൻ ഈസ് number of days from peak to D, അല്ലെങ്കിൽ end of direct runoff. അതായത് എന്ന് പറയുന്നത് ഈ ഡ്യൂറേഷനാണ്. ഇവിടെ നിന്ന് ഡി വരെ, ഇപ്പോൾ ഇവിടെ ഇതാണ് ഡി പോയിന്റ് എന്നുണ്ടെങ്കിൽ ഇവിടെ വരെയുള്ള ഡ്യൂറേഷനാണ് എന്ന് പറയുന്നത്. ഈ നമ്പർ ഓഫ് ഡേയ്സ്, ബിഗ്ഗർ കാച്ച്മെന്റ് ഏരിയ നമ്മൾ കാണിച്ചത്. സോ ദ ഡ്യൂറേഷൻ ഈസ് കൺസിഡേർഡ് ആസ് എൻ. ഓക്കെ, സോ എൻ ഇസ് ഈക്വൽ ടു 0.872 a raised to 0.2. a is area of catchment in kilometers, and n we get is marked from P to D. അങ്ങനെയാണ് നമുക്ക് ഡി എന്ന് പറയുന്ന പോയിന്റ് ഇപ്പോൾ കിട്ടുന്നത്. പി എന്ന് ഈ ക്വസ്റ്റനിൽ നിന്ന് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ആൻഡ് ദർ ഈസ് വൺ മോർ equation, n is equal to small letter a into
ടി സഫിക്സ് പി. എൻ സെയിം തന്നെ, സെയിം മെത്തേഡ്. രണ്ടാമത്തെ ഒരു ഇക്വേഷൻ ടി പി നമുക്കറിയാം. ഇറ്റ് വാസ് എ time parameter in single peak hydrograph. TP is time to peak. Time to peak എന്ന് പറയുന്നത് എന്തായിരുന്നു? It's the time duration from A to P. ഇതായിരുന്നു time to peak. Okay. So multiply it with A, where A is, small letter A is a constant that varies from 2 to 4. 2 മുതൽ 4 വരെ വാല്യൂ വേരി ചെയ്യുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് സ്മോൾ ലെറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഫോർ സ്മോൾ കാച്ച്മെൻറ്റ്സ് it will be 2, large catchments it will be 4. So there are two equations, 1 and 2. You can either take any of the equation and substitute the value of n to get a. നമുക്ക് d എന്ന് പറയുന്ന പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഫോർമുലാസ് എടുത്തത്. എന്നിട്ട് വിൽ ഫൈൻഡ് ഔട്ട് d. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ദെൻ വി ഫൗണ്ട് ഔട്ട് d അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേസ് ഫ്ലോ സെപ്പറേഷൻ ആണ്. ഇനിയാണ് ബേസ് ഫ്ലോ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഒന്നുകൂടി മാറ്റി കിടക്കുകയാണ്. സെയിം ഡയഗ്രാം. One, if it was P, A and D. Okay, so there are two methods for base flow separation. D calculate ചെയ്യാനാണ് ഈ രണ്ട് ഇക്വേഷൻ. ഇനിയുള്ള രണ്ട് മെത്തേഡ്സ് ആണ് ബേസ് ഫ്ലോ സെപ്പറേഷൻ ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, വെരി സിമ്പിൾ. വി ജോയിൻ A and D with a straight line. That's it. നമ്മൾ എന്താ ചെയ്യുന്നത്? ബേസ് ഫ്ലോനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ഈ മെത്തേഡിൽ വി ജോയിൻ എ ആൻഡ് ഡി വിത്ത് എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഇതിൻ്റെ മുകളിലുള്ളതെല്ലാം എന്തായിരിക്കും? ഡയറക്റ്റ് റൺ ഓഫ് ആയിരിക്കും. അപ്പം താഴെയുള്ളത് എന്താണ്? ബേസ് ഫ്ലോ സെപ്പറേറ്റഡ് ആയി. Okay, you got the base flow. That's it. Okay, and there is one more method for that, two line method. Okay, I'll draw again. Q T P A and D. Okay, in two line method we will join A and D, but with not a straight line, with two lines. Okay, so for that we will continue this pattern till A of this hydrograph till we reach a particular position, till we reach the time period of P. അതായത് പി താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, പീക്ക് പോയിന്റ് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ആ ലൈനിൽ, ആ വെർട്ടിക്കൽ ലൈനിൽ ഈ ടാൻജൻഷ്യലായിട്ട് പോയിന്റ് എയിന്ന് ടാൻജൻഷ്യലായിട്ട് വരുന്ന ലൈൻ ജോയിൻ ചെയ്യുക. ആൻഡ് ദിസ് പോയിന്റ് ഈസ് ടേംഡ് ആസ് ഇ. ഓക്കെ, ഒന്നുകൂടെ പറയാം. പോയിന്റ് എയിലാണ് നമുക്ക് ഡയറക്റ്റ് റൺ ഓഫ് മോഡിലേക്ക് പോകുന്നത്, സെർച്ച് ചെയ്യുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ദാറ്റ് വേ വി ഡ്രോ എ ടാൻജൻറ്റ് ഫോർവേഡ് ആൻഡ് ഫൈൻഡ് ദ പോയിന്റ് വേർ ഇറ്റ് മീറ്റ്സ് ദി വെർട്ടിക്കൽ ലൈൻ ഫ്രം പി. ഇത് താഴേക്ക് വരക്കുന്നതും ഈ ടാൻജൻറ്റും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇ. അപ്പോൾ ഒരു ലൈനായി. സെക്കൻഡ് ലൈൻ ജോയിൻ ഇ ആൻഡ് ഡി. ദാറ്റ്സ് ഇറ്റ്. Then again the top portion is
direct runoff, and bottom portion is base flow. Okay, I hope you understand. So we'll wrap it up. To find base flow separation, or to separate base flow from a hydrograph, single peak hydrograph, first you have to find out the point D. For that you have two equations, n is equal to 0.872 a raised to 0.2 and n is equal to ATP. From that you will get the number of days from P to D. Then you will locate D as a point. Then you have two methods, straight line method and two line method. In straight line method you will just join A and D with a straight line and will take the base flow as the discharge below that straight line. Okay. Second one, you will extend point A as a tangent from the previous curve and will name the point as E, where it meets the vertical from P. Then you will join E and D. The points, the discharge below the line AED will be named as base flow and the above will be named as direct runoff. Hope you understand. It's a small topic. ഇത് മനസ്സിലാക്കി പോകുന്ന പ്രശ്നം കാര്യങ്ങളേ ഉള്ളൂ. രണ്ട് ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഈ രണ്ട് മെത്തേഡ്സിൻ്റെ പേര് ഓർത്തിരിക്കുക. ഒത്തിരി കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, സിമ്പിളാണ്. ഓക്കെ, താങ്ക് യു.